മഹത്വപ്പെടുത്തും. പ്രാർത്ഥനകളെ യാചന കേട്ടനായി സ്തോത്രം. യേശു ക്രിസ്തു എന്ന സ്തുല്യ നാമത്തിൽ സ്വർഗീയ പിതാവേ, നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് സ്തോത്രഗീതം പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാമല്ലോ. ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നവരാണ് നാം. വളരെ ഭയഭക്തിയോടെ ഏകാഗ്രതയോടെ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഒരുമിച്ച് പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. വാഴ്ത്തുന്നേ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകൾ ഓർത്ത് നന്ദിയാൽ എന്നുള്ള പാട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാമല്ലോ. യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ യേശുരാജനെ. എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ പാപം പേറി വൻ ക്രൂശിലേറി, എൻ ശാപം തീർത്തു നീ, നിൻ ശാപമൃത്യുവാൻ, എൻ ശാപം തീർത്തു നീ, നിൻ ശാപമൃത്യുവാൻ. എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ, ദൈവ സ്നേഹദീപമേ, എന്നെ വീണ്ടെടുത്ത സ്നേഹദീപമേ, ദൈവ സ്നേഹദീപമേ. സ്വന്തമാക്കിയ നിൻ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളെല്ലാം. സ്വന്തമാക്കിയ നിൻ സ്നേഹമോർത്തു ഞാൻ പാടും ജീവനാളെല്ലാം. വാഴ്ത്തുന്നേ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ യേശുരാജനെ. സ്വർഗീയനോട് എന്നെ ഇണയ്ക്കയും, സ്വർഗീയനോട് എന്നെ ഇണയ്ക്കയും, നിൻ ജീവൻ മൂലമായി തൻ പുത്രനാക്കിയും, തൻ ജീവൻ മൂലമായി തൻ പുത്രനാക്കിയും. നീയേ ജ്ഞാനം, നീതി ശുദ്ധിയും ദിവ്യ സമാധാനവും. നീയേ ജ്ഞാനം, നീതി ശുദ്ധിയും ദിവ്യ സമാധാനവും. വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയാൽ സ്തുതി പാടും നന്ദിയാൽ. വീണ്ടെടുപ്പുമായതോർത്തു നന്ദിയാൽ സ്തുതി പാടും നന്ദിയാൽ. വാഴ്ത്തുന്നേ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ യേശുരാജനെ. മരുവാസമാകവേ ആശ്വാസമേതുമേ, മരുവാസമാകവേ ആശ്വാസമേതുമേ. കാണാതുഴന്നു ഞാൻ പാലം തളർന്നിതാ, കാണാതുഴന്നു ഞാൻ പാലം തളർന്നിതാ. കൂട്ടുകാരും ഇല്ല ശ്വാസമായി, എനിക്കില്ല ശ്വാസമായി. കൂട്ടുകാരും ഇല്ല ശ്വാസമായി, എനിക്കില്ല ശ്വാസമായി. കർത്തനേശുവിൻ സഹിത്വമുള്ളതാ എന്തു പാരിൽ ക്ഷീണിപ്പാൻ. കർത്തനേശുവിൻ സഹിത്വമുള്ളതാ എന്തു പാരിൽ ക്ഷീണിപ്പാൻ. വാഴ്ത്തുന്നേ യേശുരാജനെ സർവകാലവും, കീർത്തിക്കുന്നു വൻ കൃപകളോർത്തു നന്ദിയാൽ. വാഴ്ത്തുന്നേ യേശുരാജനെ. എന്നുള്ളമാകവേ പ്രിയനോട് ചേരുവാൻ, എന്നുള്ളമാകവേ പ്രിയനോട് ചേരുവാൻ. കൊതിച്ചിടുന്നധികമായി പൊന്മുഖം കാണുവാൻ, കൊതിച്ചിടുന്നധികമായി പൊന്മുഖം കാണുവാൻ. എന്നെ കണ്ണുനീരകന്നു വാഴും, കണ്ണുനീരകന്നു വാഴും ഞാൻ, പിന്നിലങ്ങു വാഴും ഞാൻ. ആ സ്വർഗീയ ദീനമെന്തു കാണും ഞാൻ,
നാഥ എന്നു കാണും ഞാൻ. എന്നു കാണും ഞാൻ, നാഥ എന്നു കാണും ഞാൻ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻകൃപകൾ ഓർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ പരിശോധനകളെ തരണം ചെയ്തക്കരെ, പരിശോധനകളെ തരണം ചെയ്തക്കരെ. പരിശോധനന്തികെ പരിചോടു ചേരുവാൻ, പരിശോധനന്തികെ പരിചോടു ചേരുവാൻ. ശുദ്ധമാക്കാം രക്തത്താലനെ, ശുദ്ധ രക്തത്താലനെ, ശുദ്ധമാക്കാം രക്തത്താലനെ, ശുദ്ധ രക്തത്താലനെ. സിദ്ധനാക്കിടുകമാവിനാലനെ, ദിവ്യമാവിനാലനെ, സിദ്ധനാക്കിടുകമാവിനാലനെ, ദിവ്യമാവിനാലനെ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻകൃപകൾ ഓർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ നിൻ സന്നിധാനത്തിൽ സന്തോഷമെൻബല, നിൻ സന്നിധാനത്തിൽ സന്തോഷമെൻബല. നിൻ മുഖകാന്തിയാ എന്നും നിത്യാനന്ദ, നിൻ മുഖകാന്തിയാ എന്നും നിത്യാനന്ദ. ആയൻ പ്രിയൻ കൂടെ ചേർന്നു വാഴും ഞാൻ, കണ്ടു ചേർന്നു വാഴും ഞാൻ. ആയൻ പ്രിയൻ കൂടെ ചേർന്നു വാഴും ഞാൻ, കണ്ടു ചേർന്നു വാഴും ഞാൻ. ആ ദൈവ മഹത്വ നാളെടുത്തിതാ, ദൈവ നാളെടുത്തിതാ. ആ ദൈവ മഹത്വ നാളെടുത്തിതാ, ദൈവ നാളെടുത്തിതാ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻകൃപകൾ ഓർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ പരിശോധനകളെ തരണം ചെയ്തക്കരെ, പരിശോധനകളെ തരണം ചെയ്തക്കരെ. പരിശുദ്ധനന്ദികെ പരിചോടു ചേരുവാൻ, പരിശുദ്ധനന്ദികെ പരിചോടു ചേരുവാൻ. ശുദ്ധമാക്കാം രക്തത്താലനെ, ശുദ്ധ രക്തത്താലനെ, ശുദ്ധമാക്കാം രക്തത്താലനെ, ശുദ്ധ രക്തത്താലനെ. സിദ്ധനാക്കിടുകമാവിനാലനെ, ദിവ്യമാവിനാലനെ, സിദ്ധനാക്കിടുകമാവിനാലനെ, ദിവ്യമാവിനാലനെ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻകൃപകൾ ഓർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ നിൻ സന്നിധാനത്തിൽ സന്തോഷമെൻബല, നിൻ സന്നിധാനത്തിൽ സന്തോഷമെൻബല. നിൻ മുഖകാന്തിയാ എന്നും നിത്യാനന്ദ, നിൻ മുഖകാന്തിയാ എന്നും നിത്യാനന്ദ. ആയൻ പ്രിയൻ കൂടെ ചേർന്നു വാഴും ഞാൻ, അങ്ങു ചേർന്നു വാഴും ഞാൻ. ആയൻ പ്രിയൻ കൂടെ ചേർന്നു വാഴും ഞാൻ, അങ്ങു ചേർന്നു വാഴും ഞാൻ. ആ ദൈവ മഹത്വ നാളെടുത്തിതാ, ദൈവ നാളെടുത്തിതാ. ആ ദൈവ മഹത്വ നാളെടുത്തിതാ, ദൈവ നാളെടുത്തിതാ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻകൃപകൾ ഓർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ, വാഴ്ത്തുന്നേ എൻ യേശുരാജനെ സർവകാലവും കീർത്തിക്കുന്നു വൻകൃപകൾ ഓർത്തു നന്ദിയാ. വാഴ്ത്തുന്നേ എൻ യേശുരാജനെ, വാഴ്ത്തുന്നേ എൻ യേശുരാജനെ.
Thank you, Lord Jesus. Hallelujah. Praise you, Lord. Hallelujah. 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 പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ ദൈവസന്നിധാനത്തിൽ വണക്കാമല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ കർത്താവാൻ ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, ആരാധിപ്പാൻ ഈ ഭൂമിയുടെ പരപ്പിൽ വെച്ചൊരവസരം കൂടെ നമുക്ക് ദാനമായി നൽകിയല്ലോ. കഴിഞ്ഞ ദിനങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിലല്ല, നമ്മുടെ ഭാരങ്ങളുടെയും വേദനകളുടെയും നടുവിലല്ല, ദൈവമായ കർത്താവ് നമ്മോടൊപ്പം ഇരുന്ന് നമ്മെ നടത്തുകയും നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മെ വിടുവിക്കുകയും നമ്മെ സൗഖ്യമാക്കുകയും ദൈവകൃപ നമ്മിൽ പകർന്ന് നമ്മെ ജയോത്സവമായി നടത്തി ഇത്രത്തോളം കൊണ്ടുവന്നതോർത്ത്, ഇത്രത്തോളം സഹായിച്ചതോർത്ത്, ഇത്രത്തോളം വഴി നടത്തിയതോർത്ത് നന്ദിയുള്ളവരായി നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനിടയാകട്ടെ. എനിക്ക് ചില സകല നന്മകൾക്കും ഞാൻ അവനെന്ത് പകരം കൊടുക്കും? ഞാൻ രക്ഷയുടെ പാന മാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ഇന്ന് രാത്രി വേള ദൈവം ചെയ്ത സകല നന്മകൾ ഓർ ദൈവത്തിന് സ്തുതിപ്പാൻ നമുക്കിടയായി തീരട്ടെ. ഹല്ലേലൂയ. നന്മയല്ലാതെ ഒരു തിന്മയും നമ്മുടെ ജീവിതത്തിൽ അവൻ ചെയ്തിട്ടില്ലല്ലോ. തിന്മയെന്ന് നമ്മുടെ ജീവിതത്തിൽ തോന്നിയിട്ടുള്ളത് പോലും അത് പിന്നത്തേത് ദൈവനാമത്തിന് മഹത്വമായി നമ്മുടെ അനുഗ്രഹത്തിനും വിടുതലുമായി കാരണമാക്കി തീർത്തിട്ടുണ്ടല്ലോ. ഇന്ന് രാത്രി വേളയിൽ ദൈവത്തിന്റെ നന്മകൾ അനുഭവിച്ച് സന്തോഷത്തോടെ മടങ്ങി പോകുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിനായി ദൈവകരങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടർന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും നിയോഗത്തിലുമായി തീരുവാൻ ആ ദിവസാന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് വിടുതലോടെ സന്തോഷത്തോടെ മടങ്ങിപ്പോകാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് എല്ലാ ശുശ്രൂഷകളുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോവാൻ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന് ദൈവകരങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ, പാടുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തി തുടർന്ന് ആത്മാവിൽ പാടി ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി സ്തോത്രം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹോദരന്മാരിൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. Abba Father, once again we come to you through your Son named Jesus. We thank you and we praise you for this beautiful day that you have given to us, Lord. We praise you because you are the King that reigns forevermore. We praise you because you are the God of our lives, Lord Father. Once again we commit our service into your mighty hands, Lord. We commit our church into your mighty hands, Lord Father. We commit our dear pastor, all the elders, Lord Father, uncle and aunties, Lord, brothers and sisters, young people, Lord Father, newcomers, guest pastors, everybody we commit into your mighty hands, Lord Father. We pray that, Lord Jesus, from beginning till the end, Lord Father, your presence would be ministering to us, Lord Father, Lord. Your presence would speak to us in a different way, Lord Father, Lord Father. We pray and we commit each one of us into your mighty hands, Lord Father, Lord. Father, we pray for this every part of the service, Lord Jesus. We pray that, Lord Father, from the opening prayer to the benediction, Lord Father, Lord, your presence would be there with us, Lord Jesus. We commit, Lord Father, the praise and worship, Lord Father, the Psalms reading, exhortation, Lord Father, testimonies, Lord Father, the message and the Holy Covenant. We commit in your mighty hands, Lord Father, Lord. Everything, Lord Father, Lord, you would take glory, Lord Jesus. Once again, Lord Father, we pray, Lord Jesus, Lord, the way we came in will not be the way we go out, Lord Father, Lord. Something unique, something different would be in our lives, Lord Father, Lord. We would carry more of Jesus in our lives, Lord Father, Lord. We would lift up the name Jesus, Lord Father, Lord. We want to see your name only being glorified in our lives and magnified in our lives, Lord Father, Lord. Once again, Lord Father, Lord, we commit our dear pastor in your mighty hands, Lord Father, Lord. Lord, as your word says, Lord Father, Lord, the words spoken out from your mouth would not return back empty, but would accomplish every single purpose that you have sent forth, Lord Father. We pray the word that is been coming out from pastor, Lord Father, Lord, it would bring in a great healing, Lord Father, Lord. It would bring in a great deliverance, Lord Father, Lord. Lord Father, Lord, we pray that, Lord Jesus, it would, Lord Father, Lord, take us more closer to you, Lord Father, Lord. And Abba Father, once again we thank you, Lord Father, Lord. And Lord, as the psalmist says, Lord Father, Lord, search in me, Lord Father, Lord,
Father, Lord, and Lord, Father, Lord, so that you would find any wrongful ways, Lord, Father, Lord. If any ways, Lord, Father, Lord, if any of our thoughts, Lord, Father, Lord, if any of our doings, Lord, Father, Lord, are taking us away from your presence, Lord, Father, Lord, Lord, Father, we ask you forgiveness, Lord, Father, Lord, and we ask you to sanctify us, Lord, Father, and to cleanse us, Lord, Father, so that we would be made worthy for your calling, Lord Jesus. Once again, Lord, Father, we commit each one of us into your mighty hands. Lord, anybody, Lord, Father, Lord, that have come in this place, Lord, Father, Lord, with a broken heart, Lord, Father, Lord, with a healing, waiting for a healing in the body, Lord, Father, Lord, Lord, for any kind of sickness, Lord, Father, Lord, that is troubling them, Lord, Father, Lord, if anybody in any situation, Lord, Father, that is taking, Lord, that is bothering them, Lord, Father, Lord, Father, we ask you and we ask you to intervene, Lord. Lord, you would heal them completely, Lord, Father, Lord. Lord, bring in a great deliverance in the life. Let the service be a miracle in the life, Lord, Father, Lord. And we, Father, we once again, Lord, Father, we give you all praise and glory, Lord, Father, Lord. And Lord, Father, Lord, help us to walk in your ways, Lord, Father, Lord. And Lord, Father, Lord, help us to stay focused on you, Lord, Father, Lord. We once again, we give you all praise and glory because Abba, Father, you are just worthy for it. In Jesus' most precious name we ask and pray. Amen. നമുക്ക് എല്ലാവർക്കും കൂടെ എഴുന്നേറ്റ് നിന്ന് 80-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. സാം നമ്പർ 80. 80-ാം സങ്കീർത്തനം. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ അവർക്ക് കണ്ണുനീരിന്റെ അപ്പം തിന്നുവാൻ കൊടുത്തിരിക്കുന്നു. അനവധി കണ്ണുനീർ അവർക്ക് കുടിക്കുവാൻ കൊടുത്തിരിക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കൾ തമ്മിൽ പറഞ്ഞ് പരിഹസിക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നീ അതിന് തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലുകളെ നദി വരെയും നീട്ടിയിരുന്നു. കാട്ടുപന്നി അതിനെ മാന്തിക്കളയുന്നു, വയലിലെ മൃഗങ്ങൾ അത് തിന്ന് കളയുന്നു. നിന്റെ വലം കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തയ്യേയും പാലിക്കണമേ. നിന്റെ കൈ നിന്റെ വലത്ത് ഭാഗത്തെ പുരുഷന്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടുമാറുകയില്ല, ഞങ്ങൾ ജീവിപ്പിക്കണമേ. എന്നാൽ ഞങ്ങൾ ചേർന്ന് പാടാം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങൾ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിടയനായുള്ളവേ ചെവിക്കൊള്ളണമേ. കെരൂബുകളിൽ മേൽ അധിവസിക്കുന്നവരെ പ്രകാശിക്കണമേ. ഹല്ലേലൂയ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഹല്ലേലൂയ. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ഇന്ന് രാത്രിവേള തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിക്കപ്പെടുവാൻ, നമ്മളൊന്ന് യഥാസ്ഥാനപ്പെടുവാൻ ദൈവത്തിന്റെ കടാക്ഷം, കൃപാ കടാക്ഷങ്ങൾ നമ്മുടെ മേൽ വെളിപ്പെടേണ്ടതിനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മോട് കൃപ കാണിച്ചു, ദൈവം നമ്മോട് മനസ്സലിഞ്ഞു. ഹല്ലേലൂയ. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തി രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിച്ചു.
ഹല്ലേലൂയ. വീണ്ടെടുത്ത ദൈവ സ്നേഹത്തെ ഓർത്ത്, ദൈവത്തിന്റെ വിശ്വസ്തകളെ ഓർത്ത്, ദൈവത്തിന്റെ നന്മകളെ ഓർത്ത് ഹൃദയത്തോടെ നമ്മുടെ കരവിളിയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ദൈവത്തെ നമുക്ക് ആരാധിപ്പാനിടയാകട്ടെ. എത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. നമുക്ക് പ്രത്യുപകാരമായി കൊടുക്കുവാനുള്ളത് അവിടെ നാമത്തെ ആരാധിക്കുക എന്നുള്ളത്. അല്ല, നമ്മുടെ ജീവിത പ്രതിസന്ധിയിൽ നമ്മെ സഹായിച്ച, നമ്മെ താങ്ങിയ, നമ്മെ വഴി നടത്തിയ സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മുടെ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് നാം ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കുക. യഹോവയേ ദാതാവാൻ ദൈവം, നീ മാത്രം മതി എനിക്ക്. ദാതാവാം ദൈവം, നീ മാത്രം മതി എനിക്ക്. യഹോവ രാഫ, സൗഖ്യദായകൻ, തന്നടിപ്പിണരാൽ സൗഖ്യം. നൽകുമെൻ ആവശ്യങ്ങൾ, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യഹോവ എലോഹീം, സൃഷ്ടാവാം ദൈവം, നിൻ വചനത്താൽ ഉളവായെല്ലാം. യഹോവ എല്യോൻ, അത്യുന്നതൻ നീ, അങ്ങേ പോലെ മറ്റാരുമില്ല. യഹോവ ശാലോം, എൻ സമാധാനം നൽകി നിൻ ശാന്തി എന്നിൽ. നീ മാത്രം മതി, മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. നീ മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി, യേശു മാത്രം മതി, യേശു മാത്രം മതി എനിക്ക്. യേശു മാത്രം മതി. ഹല്ലേലൂയ. നമ്മെ നടത്തുവാൻ വല്ലഭനായ ദൈവം, നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം, നമ്മുടെ മുഴുവനെ കെട്ടുന്ന ദൈവം, നമുക്ക് രോഗശാന്തി നൽകുന്ന ദൈവം. നമ്മുടെ ദൈവത്തെ പോലെ ഒരു ദൈവം വേറെ ആരുമില്ല. ആ ദൈവം മാത്രം മതി നമുക്ക്. സ്തോത്രം. ആ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കാരണങ്ങളുണ്ട്. സ്തോത്രം. കഴിഞ്ഞ ആളുകൾ ദൈവം ചെയ്ത നന്മകൾ ഓർത്താൽ, ദൈവം ചെയ്ത വിടുതലുകൾ ഓർത്താൽ, നമ്മുടെ ആ ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കാരണങ്ങളുണ്ട്. നമുക്ക് ചേർന്ന് പാടാമല്ലോ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കാം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്.
കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിരച്ചു. എന്റെ ദിനവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. എന്റെ ദിനവുകൾ ദൈവം മാറ്റിയെഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇട വന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിറച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിറച്ചതല്ല. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞവനേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഓ ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും ലഭിച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്, സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു.
Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Jesus. പിതാവേ, അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പുത്രന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി അങ്ങേ ആരാധിപ്പാൻ അവിടുന്ന് അവസരം നൽകുന്നത് ഓർത്ത് സ്തോത്രം. പാടുവാൻ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. നല്ല സംഗീതം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. ഞങ്ങളുടെ പഠനം അനുഗ്രഹത്തോടെ ഞങ്ങളെ മടക്കി അയക്കണം. കൃപ ഞങ്ങളിൽ പകരണം. തിരുമേശ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. തുടർക്കുന്ന എല്ലാ ശുശ്രൂഷകളും മേലെ ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണവും നിയോഗം ഞങ്ങൾക്ക് നൽകും. കൃപ പകരും. ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുവാൻ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ബലപ്പെടുത്തി ശക്തീകരിച്ചതിനായി സ്തോത്രം. തുടർന്ന് ബലപ്പെടുത്തണം. കൃപ കൊണ്ട് നിറയ്ക്കണം. എഴുവിനെ തൃക്കരങ്ങളെ ഏൽപ്പിക്കുന്നു. ക്രിസ്തയേശുവിൻ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ. എല്ലാവർക്കും ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ശബ്ദം ഉയർത്തി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം അനുഗ്രഹിക്കപ്പെട്ട രാത്രിവേളയിൽ മുഖത്തുപെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടി വന്ന് നമ്മുടെ കർത്താവിനെ മുഖത്തുപെടുത്തുവാൻ, ആരാധിപ്പാൻ, സ്തുതിപ്പാൻ ദൈവമായ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിവേള ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യും. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഒരിക്കൽ കൂടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാനും ദൈവം ചെയ്ത നന്മകൾ ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുവാനും കർത്താവ് അവസരം നൽകിയല്ലോ. വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. നമ്മേവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. വിശേഷാൽ നമ്മുടെ മധ്യതികളായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി വേളയിലെ കൂട്ടായ്മ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ 80-ാം സങ്കീർത്തനത്തിൻ്റെ ചില ഭാഗങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ച് സമയം മുൻപോട്ട് പോകുന്നതിനാൽ വേഗത്തിൽ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഉദാഹരണത്തിനായി ദൈവത്തോടുള്ള നിലവിളിയാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 79-ാം സങ്കീർത്തനത്തിൻ്റെ തുടർച്ചയായി വണ്ണം നമുക്ക് ഈ സങ്കീർത്തനത്തെ പഠിക്കുവാൻ കഴിയും. 79-ാം സങ്കീർത്തനം പഠിക്കുമ്പോൾ ശത്രു ആകമാനമായി ദൈവാലയത്തെ നശിപ്പിച്ച് അതിനെ അശുദ്ധമാക്കിയ അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ സ്ഥാനത്ത് നിന്ന് ഒരു യഥാസ്ഥാനത്തിന് വേണ്ടി പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങി വരുവാൻ, പഴയ അവസ്ഥയിലേക്ക്, ആലയത്തിൻ്റെ പഴയ സ്തോത്രം അനുഭവത്തിലേക്ക് ദൈവം മടക്കിക്കൊണ്ട് വരേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഈ സങ്കീർത്തനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ മനോഹാരിത നഷ്ടപ്പെട്ടു, അതിൻ്റെ പ്രഭാവം നഷ്ടപ്പെട്ടു, ആരാധന നഷ്ടപ്പെട്ടു, സകലവും നഷ്ടപ്പെട്ട് ഹല്ലേലൂയ അശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു മടങ്ങി വരവിന് വേണ്ടിയുള്ള പ്രാർത്ഥന. രാത്രി വേള കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ എവിടെങ്കിലും കഴിഞ്ഞ നാളുകളിൽ നിന്ന് പുറകോട്ട് പോയ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിന്ന് രാത്രി വേള ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെ ഒന്ന് മടക്കി വരുത്തണമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. കഴിഞ്ഞ നാളിൽ ഞാൻ ആയിരുന്ന അനുഭവത്തിലേക്ക്, ദൈവത്തെ ആരാധിപ്പാൻ ഞാൻ ഇറങ്ങിത്തിരിച്ച കാലഘട്ടത്തിലുള്ള എൻ്റെ ആത്മീയ അനുഭവത്തിലേക്ക്, ആ മനോഹരമായ അനുഭവത്തിലേക്ക്, ആ പൂർവ്വസ്ഥിതിയിലേക്ക് എന്നെ ഒന്ന് മടക്കിക്കൊണ്ട് വരണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആവർത്തിച്ചുള്ള ഒരു പ്രാർത്ഥനാ വാചകം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. സ്തോത്രം. അതിപ്രകാരമാണ്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. സ്തോത്രം. ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. വളരെ താല്പര്യത്തോടെ, ആഗ്രഹത്തോടെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ നഷ്ടങ്ങളെ ഓർത്ത് വിലപിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ കിടന്ന് അങ്ങനെ മുൻപോട്ട് പോകാനല്ല ആഗ്രഹിക്കുന്നത്. പിന്നെയോ അവിടെ നിന്നൊരു മടങ്ങ് വരവ് ഞങ്ങൾക്ക് വേണം. സ്തോത്രം. ഇന്ന് രാത്രിവേള നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യട്ടെ. തിരുവചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കും, എങ്ങനെയാണ് നാം വായിക്കുന്നത്? ഏതിൽ നിന്ന് വീണു എന്ന് മനസ്സിലാക്കി മടങ്ങി വന്ന് നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. സ്തോത്രം. ഇന്ന് രാത്രിവേള എത്ര പേർക്ക് മടങ്ങി വരവ് ആവശ്യമുണ്ട്? ദൈവം ആഗ്രഹിക്കുന്ന ഒരു മടങ്ങി വരവിനാ. ദൈവമക്കളെ കുറിച്ചൊരു മടങ്ങി വരവ് ദൈവത്തിന് ആഗ്രഹമുണ്ട്. നമ്മൾ എത്ര പേർ അതിനുവേണ്ടി തയ്യാറാകുന്നുണ്ട്?
സ്തോത്രം. ആ മനോഹരമായ അനുഭവങ്ങൾ, നമ്മുടെ ആരംഭത്തിലെ ആത്മീയ തീഷ്ണത, നമ്മുടെ ആരംഭത്തിലെ ആത്മീയ അനുഭവങ്ങൾ, നമ്മുടെ ആരംഭത്തിലെ ജീവിത അനുഭവങ്ങൾ, അല്ലെങ്കിൽ വിശുദ്ധിയുടെ അനുഭവങ്ങൾ, വേർപാടിന്റെ അനുഭവങ്ങൾ, ഇതിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരുവാ. നമുക്ക് എത്ര പേർക്ക് ഇന്ന് രാത്രി വേള താല്പര്യമുണ്ട്? ആലയത്തിന്റെ അവസ്ഥ എത്ര മനോഹരമാണ്. അതിന്റെ കൊത്തുപണികൾ, സ്തോത്രം, അതിലെ അല്ലെങ്കിൽ ചുമരിലെ പണികൾ, ഇതെല്ലാം നോക്കുമ്പോൾ എത്ര മനോഹരമായിരുന്നു. സ്തോത്രം. ആലയത്തിലെ മനോഹാരിത മറ്റൊന്നും, അത് മാത്രമല്ല, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുമായിരുന്നു. അതാണ് ദൈവത്തിന്റെ ആലയത്തെ മനോഹാരിതയുള്ളതാക്കി തീർത്തത്. സ്തോത്രം. പണ്ടത്തെ നമ്മുടെ ജീവിത അനുഭവങ്ങളൊക്കെ ഇറങ്ങി ചിന്തിച്ചു നോക്കിയേ. അല്ലെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ആത്മാവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ നമ്മൾ നിറയപ്പെടുമായിരുന്നു. അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ ആരാധിക്കുമായിരുന്നു, പാടുമ്പോൾ ദൈവത്തെ ആരാധിക്കുമായിരുന്നു, തിരുവചനം വായിക്കുമ്പോൾ, തിരുവചനം കേൾക്കുമ്പോൾ അഭിഷേകത്തിന്റെ ശക്തിയാൽ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ അനുഭവങ്ങളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയേ, നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നു? ആ അനുഭവങ്ങൾ ഇന്ന് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രിയുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ, ആ പണ്ടത്തെ നല്ല അനുഭവത്തിലേക്ക്, എൻ്റെ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിന്റെ ആ പ്രാരംഭ അനുഭവങ്ങളിൽ ഞാൻ അനുഭവിച്ച ആത്മീയ സന്തോഷത്തിന്റെ അനുഭവത്തിലേക്ക് എന്നെ ഒന്ന് മടക്കിക്കൊണ്ടുവരണമേ എന്ന് നമുക്ക് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാനിടയാകട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വാചകം ഇങ്ങനെയാണ്. 1-ാം വാക്യം പഠിക്കുമ്പോൾ, ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി, ഹല്ലേലൂയ, ഇസ്രായേലിന്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ, കെരൂബുകളിൽ മേൽ അധിവസിക്കുന്നവരെ ഒന്ന് പ്രകാശിക്കണമേ. ഈ കെരൂബ് ഇരിക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം. സാക്ഷ്യപ്പെട്ടകത്തിന്മേലാണ് കെരൂബിനെ അല്ലെങ്കിൽ വെച്ചിരിക്കുന്നത്. ആ സാക്ഷ്യപ്പെട്ടകം ഇരിക്കുന്ന എവിടെയാണെന്ന് നമുക്കറിയാം. അതിപരിശുദ്ധ സ്ഥലത്താ. അവിടേക്കാണ് ദൈവത്തിന്റെ തേജസ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരണമെങ്കിൽ, ദൈവത്തിന്റെ മനോഹാരിത വെളിപ്പെടണമെങ്കിൽ, അല്ല ദൈവമക്കളെ നമ്മൾ വിശുദ്ധരായിരിക്കണം. അശുദ്ധി ഉള്ളിടത്ത് ദൈവത്തിന്റെ ആത്മാവിന് വസിക്കാൻ കഴിയില്ല. ദൈവത്തിന്റെ തേജസ്സിന് ഇറങ്ങി വരാൻ കഴിയില്ല. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയില്ല. അങ്ങനെ ഇന്ന് രാത്രി വേള ഒന്ന് ശോധന ചെയ്യാം. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിശുദ്ധി വെളിപ്പെടുന്ന തടസ്സമായി, അല്ലെങ്കിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്ന തടസ്സമായി, ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്ന തടസ്സമായി അശുദ്ധിയുടെ അനുഭവങ്ങൾ എന്റെ ജീവിതത്തിലുണ്ടോ? ഇല്ല എങ്കിൽ നമുക്കൊരു മടങ്ങി വരവിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. ദൈവമേ, എന്നെ ഒന്ന് മടക്കിക്കൊണ്ടുവരണമേ. ഹല്ലേലൂയ, സ്തോത്രം. അല്ല, മറ്റുള്ളവർ കാണത്തക്കവണ്ണോ, മറ്റുള്ളവർ അറിയത്തക്കവണ്ണോ ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുന്ന അനുഭവങ്ങൾ. തിരുവചനം പഠിക്കുമ്പോൾ ശലോമോൻ ദൈവത്തിന്റെ ആലയം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ദൈവത്തെ ആരാധിക്കുക, യാഗം കഴിച്ച് ദൈവത്തെ ആരാധിക്കുക. അവിടെ ഇങ്ങനെയാ വായിക്കുന്നത്, ആലയത്തിൽ ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരുന്നത് കൊണ്ടത് അല്ല പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിവേള നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ മറ്റൊന്നും നടന്നില്ലെങ്കിലും ദൈവത്തിന്റെ തേജസ്സിന്റെ വ്യാപാരം, ദൈവത്തിന്റെ തേജസ്സിന്റെ വെളിപ്പാട്, ദൈവത്തിന്റെ തേജസ്സിന്റെ മഹത്വം നമ്മുടെ മധ്യ ഇറങ്ങി വരണം. അതായിരിക്കട്ടെ നമ്മുടെ ആഗ്രഹം. ദൈവത്തോട് പ്രാർത്ഥിക്കത്താവേ, ആ മഹത്വം എന്നിൽ വെളിപ്പെടുവാ, ആ തേജസ് എന്നിൽ വെളിപ്പെടുവാ, ആ ശക്തി എന്നിൽ വ്യാപരിക്കപ്പെടുവാൻ തക്കവണ്ണം എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. സ്തോത്രം. നാം ആരാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, എത്ര നാളത്തെ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഹല്ലേലൂയ. എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നോ, അല്ലെ പ്രസംഗിക്കാൻ കഴിയുമെന്നോ, പ്രാർത്ഥിക്കാൻ കഴിയുമെന്നോ, ഞാൻ ഇന്നാരുടെ മകനാണെന്നോ, ഇന്നാരുടെ മകളാണെന്നോ, ഹല്ലേലൂയ, ഞാൻ വലിയ വീട്ടിലാണെന്നോ പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരണമോ, ദൈവിക വിടുതൽ വെളിപ്പെടണമോ, അല്ല ജീവിതം വിശുദ്ധിയുള്ളതാകട്ടെ. സ്തോത്രം. പ്രൈസ് ജീസസ്. ഇവിടെ ഉള്ളതെല്ലാം ഇവിടെ കൊണ്ട് അവസാനിക്കും. പക്ഷെ ദൈവത്തിന്റെ ഹല്ലേലൂയ പ്രവൃത്തി നമ്മിൽ വെളിപ്പെട്ട, ദൈവത്തിന്റെ തേജസ് നമ്മിൽ വെളിപ്പെടുവാനിടയായ, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ലഭിക്കുന്ന സകലത്തിനേക്കാളും, ഇവിടെ ലഭിക്കുന്ന സകല നേട്ടങ്ങളെക്കാളും, ഇവിടെ ലഭിക്കുന്ന സകല ഉയർച്ചകളെക്കാളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയത് നാം അനുഭവിക്കുന്ന ദൈവിക
സന്തോഷവും ദൈവിക തേജസ്സുമാണ്. അത് നാം ഈ ദിവസങ്ങൾ അനുഭവിച്ചറിയാകണം. സമയത്തിന് മുമ്പിൽ അധികമില്ല. ഞാൻ വേഗത്തിൽ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ വാക്യം പഠിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ്: യഹോവയായ ദൈവം ഇടയനാണ്, യോസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൽ ഇടയനായുള്ളവേ. നമ്മുടെ ദൈവത്തെ ഇടയനായി ഇവിടെ വിശേഷിപ്പിക്കുക. സ്തോത്രം. രണ്ടാമത്, കെരൂബുകളിൽ മേൽ വസിക്കുന്നവൻ, വിശുദ്ധിയുടെ ഹല്ലേലൂയ മണിമകുടമായ വിശുദ്ധിയുടെ സ്ഥാനത്ത്, വിശുദ്ധി ഉള്ള സ്ഥലത്ത് ഇറങ്ങി വരുന്ന വിശുദ്ധനായ ദൈവം. മൂന്നാമത്തെ കാര്യം കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒരു നടുന്നവനായി, കൃഷിക്കാരനായി. നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, സങ്കീർത്തനം നാം വായിക്കുന്നുണ്ടല്ലോ, അവൻ ദൂരദേശത്തു നിന്ന്, സ്തോത്രം, 8-ാം വാക്യം, നീ മിസ്രയീമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, നീ അതിനെ നട്ടു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. ഹല്ലേലൂയ. പലരും അയോഗ്യരായി തീർന്നപ്പോൾ, പലരും അവരുടെ യോഗ്യത നഷ്ടപ്പെട്ടു പോയപ്പോൾ, ഹല്ലേലൂയ, നമ്മെ ആ സ്ഥാനത്ത് കൊണ്ടുവന്ന് നട്ടിരിക്കുന്നത് ദൈവത്തിന് പ്രയോജനമുള്ളവർ ആയിത്തീരണം, ദൈവത്തിന് ഫലമുള്ളവരായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മെ നട്ടത്. ഈ ലോകത്തിലെ ആരുമല്ല നമ്മെ വിളിച്ചത്, ഈ ലോകത്തിലെ ആരുമല്ല നമ്മൾ ഇവിടെ കൊണ്ടുവന്നത്. നമ്മെ വിളിച്ചത്, നമ്മെ നട്ടത് നമ്മുടെ ദൈവമാണ്. ദൈവത്തോട് പ്രാർത്ഥന ഇങ്ങനെയുണ്ട്: നീ നട്ട തയ്യെ പരിപാലിക്കണമേ. ഇന്ന് രാത്രിയുള്ള ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങാണ് എന്നെ നട്ടത്, ഹല്ലേലൂയ, അങ്ങാണ് എന്നെ നട്ടത്, ഹല്ലേലൂയ, യോഗ്യതയില്ലാത്ത സ്ഥാനത്ത്, ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ ഗുണവും ശ്രേഷ്ഠതയോ പറയുവാനില്ലാത്ത സ്ഥാനത്ത്, ഹല്ലേലൂയ, സ്തോത്രം, എന്നെ കൊണ്ടുവന്ന് നട്ടത് അങ്ങാണ്, എന്നെ വളർത്തുന്നതും അങ്ങാണ്. ഈ ദിവസങ്ങളിൽ എനിക്കൊരു വളർച്ച തരണമേ. താഴ്ത്തു വായിച്ചു വരുമ്പോൾ അവിടെ ആ മുന്തിരിവള്ളിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവിടെ പഠിക്കുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അതിന് ഫലമില്ലാതെ പോയി, യജമാനൻ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടാതെ പോയി. സ്തോത്രം. അതുകൊണ്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അവിടെ വായിക്കുന്നുണ്ട്. അവസാനം ദൈവത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് 19-ാം വാക്യം വായിക്കുമ്പോൾ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ, സൈന്യങ്ങളുടെ അധിപതി. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കുക: സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. അവസാനിപ്പിക്കുന്നത് നോക്കണം. എത്ര പ്രാർത്ഥിച്ചിട്ടും അടക്കുവാൻ കഴിയാത്ത വിധത്തിൽ തൻ്റെ ആഗ്രഹം ദൈവത്തോട് പറയുക: ദൈവമേ, എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. ഇന്ന് രാത്രി വേള നമ്മൾക്ക് അതായിരിക്കട്ടെ പ്രാർത്ഥന. കർത്താവേ, എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. എൻ്റെ പണ്ടത്തെ നല്ല അനുഭവത്തിലേക്ക്, എൻ്റെ പണ്ടത്തെ ആത്മീയ അനുഭവത്തിലേക്ക്, എൻ്റെ പണ്ടത്തെ ആത്മീയ സ്ഥിതിയിലേക്ക്, ഹല്ലേലൂയ, പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, ആരാധനാ ജീവിതത്തിലേക്ക്, കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന അനുഭവങ്ങളിലേക്ക് എന്നെ ഈ ദിവസങ്ങളൊന്ന് മടക്കിക്കൊണ്ടുവരണമേ എന്ന് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള സമയം ഹല്ലേലൂയ സാക്ഷ്യത്തിനായിട്ട് വേർതിരിക്കുന്നു. വേഗത്തിൽ സമയത്തെ വിനിയോഗിക്കാം. For Bible recitation, our children will come forward. Berlin will lead the session. Biko, come. Praise you, Jesus. Praise the Lord. Romans chapter 8 verse 11. The Spirit of the God who raised Jesus from dead is living in you. So the God who raised Christ from the dead will also give life to your bodies. He will do this because of His Spirit who lives in you. Amen. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമല്ലോ. ഇന്ന് പകൽവേളയിലും രാത്രി വേളയിലും പ്രിയ കുഞ്ഞുങ്ങളുമായി ദൈവസന്നിധാനത്തിൽ നമുക്ക് അടുത്ത് വരുവാൻ, നമ്മുടെ ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് നമുക്ക് അവസരം ഒരുക്കി തന്നല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലെ അവരുടെ ജീവിതയാത്രകളിലൊക്കെ ദൈവം കൂടിരുന്നു. പഠിപ്പമ്മയുടെ ജ്ഞാനവും ബുദ്ധിയും ഓർമ്മശക്തിയും ഒക്കെ നൽകി അവരെ അനുഗ്രഹിച്ചു. ദൈവകൃപ അവരിൽ പകർന്നവരെ മാനിച്ചല്ലോ. അവരായിരിക്കുന്ന ഇടങ്ങളിൽ, പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ സ്തോത്രം, ദൈവത്താൽ അവർ അനുഗ്രഹിക്കപ്പെടുവാൻ വിശേഷതയുള്ള കുഞ്ഞുങ്ങളായി, മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ വിശേഷതയുള്ളവരായി, ദൈവകൃപയുള്ളവരായി, മാതൃകയുള്ളവരായി നമ്മുടെ കുഞ്ഞുങ്ങൾ നിലനിൽക്കുവാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ കരങ്ങളെ കുഞ്ഞുങ്ങളുടെ മേൽ നമുക്ക് നീട്ടാമല്ലോ. അവരെ അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ.
ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടുമെന്ന് തിരുവചനം നാം വായിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിവേള നാം ഒരുമിച്ച് അവരെ അനുഗ്രഹിക്കുമ്പോൾ അവർ അനുഗ്രഹിക്കപ്പെടുവേണ്ടയായി തീരട്ടെ. പരിശുദ്ധ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകി ഞങ്ങളുടെ തലമുറകളെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ കൊടുത്തിരിക്കുന്ന ആയുസ്സിനും ആരോഗ്യത്തിനുമായി സ്തോത്രം. ശാരീരികമായും ആത്മീയമായും അവരെ അല്ലെങ്കിൽ ദൈവം വളർത്തിക്കൊണ്ടുവരണമേ. കർത്താവേ, ദൈവിക ജ്ഞാനം അവരിൽ നിറച്ച് അവരെ അനുഗ്രഹിക്കണമേ. അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ അവർ വിശേഷതയുള്ളവരായി, ദൈവിക ജ്ഞാനമുള്ളവരായി, മാതൃകയുള്ളവരായി അവർ നിലകൊള്ളും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആർക്കും ഒരു കുറ്റം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുവാനില്ലാതെ വണ്ണം അവർ അനുഗ്രഹിക്കപ്പെട്ടവരായി നിലകൊള്ളും ഇടയാക്കണമേ. സഭയായി ഞങ്ങൾ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തു യേശുവിൻ ധന്യമുള്ള നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. God bless you. വേഗത്തിൽ സാക്ഷ്യങ്ങളെ പ്രസ്താവിക്കാം. Praise the Lord. It gives me great joy to testify the Lord's mighty name in front of you saints. God was good to me the past 2 months when I was in India. He kept me safe and sound wherever I went. God enabled me to reach back in Muscat today morning, and I will be spending a couple of weeks with my family. I request all of you to continue pray for me in my journey. Amen. Praise Lord. God was good to me for the past years. He kept me safe and sound. I would like to read a verse from the Bible. Romans 10 verses 9. That if thou shalt confess with thy mouth the Lord Jesus, and shalt believe in thine heart that God hath raised him from the dead, thou shalt be saved. I accepted Jesus Christ as my personal Savior. Please pray for me so that I will stand strong in the faith till the very end. Amen. Abija. Praise the Lord. I accepted Jesus Christ as my personal Savior on September 11th. I request the church to keep me in your prayers that I may lead a faithful Christian life. Amen. Joanna. Praise Lord. My name is Merlin. I praise and thank God for this time God has given me to be in your midst and testify His holy name. God was good to me past years when I was in Bangalore. He kept me safe and sound. I came to Muscat on Monday. I'll be here for 1 more week. Request you all to pray for me. Thank you. സഹോദരന്മാർക്ക് സാക്ഷ്യം പറയാമല്ലോ. Greetings to you all in the Master's name of our Lord and Savior Jesus Christ. As you all know, I've been saying this constantly every time I stood up for testimony, that I've been in this church for so long and so many years. And ultimately, all I learned from this church is that whatever happens, Christ is with you. Whatever happens, if you don't have money, Christ is with you. If you have food, Christ is with you. If you have anything in your life, Christ is the reason for that thing. And He has a plan and He has a goal. And as I said, I have my admission in Georgian National University for my MD. And in Sunday, I'll be traveling. So please keep me and my mother in your prayers. And thank you, Pastor. And thank you, everybody, for keeping us in your hearts and prayers. Thank you all so much. God bless you all. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ കൂട്ടായ്മ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് പാസ്റ്റർ സതീഷ് കുമാർ എന്നാണ്. തിരുവനന്തപുരം സ്വദേശിയാണ്. FEC തിരുവനന്തപുരം വെസ്റ്റ് സെൻറ്ററിൻ്റെ 20 വർഷമായി ശുശ്രൂഷയിലായിരിക്കുന്നു. ഏക മകളാണ് അബി എന്ന പേര്. അവൾ MSc ഫോറൻസിക് ക്രിമിനോളജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 93 മുതൽ 98 വരെ ഞാൻ ഒമാനിൽ ഒരു മെക്കാനിക്കായിട്ടാണ് ഇവിടെ കടന്നു വന്നത്. എന്നാൽ അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ ഒത്തിരി പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതിനുശേഷം കൺസ്ട്രക്ഷൻ തൊഴിലാളിയായിട്ടും വിവിധ കഷ്ടപ്പാടിൽ കൂടി ഞാൻ ജീവിക്കുന്ന സമയത്ത് SSFൽ സുൽത്താൻ സ്പെഷ്യൽ ഫോഴ്സിൽ എനിക്കൊരു ജോലി കിട്ടുവാനിടയായി തീർന്നു. സമ്പന്നതയുടെയും കൂട്ടുബന്ധത്തിൻ്റെയും മദ്യപാനത്തിൻ്റെയും പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിൽ ഞാൻ ജീവിക്കുവാനിടയായി. 2 ഹോട്ടൽ ബിസിനസ്സായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ നാട്ടിൽ മരണത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം തീരുമാനിച്ചു. ആത്മഹത്യയ്ക്ക് വേണ്ടി 3 പ്രാവശ്യം അതിനുള്ള തീരുമാനമെടുത്ത് അവസാനം ഒരു തീരുമാനത്തിലെത്തി ഇനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് തിരുവനന്തപുരം പട്ടണം വഴി ഞാൻ ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഒരു വ്യക്തി എൻ്റെ ബൈക്ക് തടഞ്ഞു നിർത്തി എന്നോട് സുവിശേഷം പറഞ്ഞു.
കർത്താവായ യേശുക്രിസ്തുവിനെ നീ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കണമെന്ന് ആ സുവിശേഷം കർത്താവായ യേശുവിനെ സ്വീകരിക്കുവാനുള്ള മുഖാന്തരമായി തീർന്നു. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, യെശയ്യാ പ്രവചനം 65 വാക്യം, എന്നെ ആഗ്രഹിക്കാത്തവർ എന്നെ അന്വേഷിപ്പാനിടയായി, എന്നെ അന്വേഷിക്കാത്തവർക്ക് എന്നെ കണ്ടെത്തുവാൻ സംഗതി വന്നു. എൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജാതിയോട് ഇതാ ഞാൻ എന്ന് പറഞ്ഞു. എൻ്റെ സ്വന്തം വഴികൾ നടന്നു, ഒരുവനൊരു വഴി ചൊവ്വായി തോന്നുന്നു, അതിൻ്റെ അവസാനമോ മരണവഴികളെന്ന് തിരുവചനം പറയും പോലെ സ്വന്തം ഇഷ്ടത്തിൽ നടന്ന എൻ്റെ ജീവിതത്തിൽ കർത്താവ് എന്നോട് മനസ്സലിഞ്ഞ് കരുണ കാണിച്ചു. ആ കർത്താവിനെ പിൻപറ്റി വിശുദ്ധ തിരുവഴുത്ത് പഠിച്ചു. ഇപ്പോൾ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു, വിസിറ്റിങ്ങിനായി വന്നിരിക്കുന്നു. എന്നെ ഓർത്ത്, എൻ്റെ കുടുംബത്തെ ഓർത്ത്, എൻ്റെ കുഞ്ഞിനെ ഓർത്ത്, ശുശ്രൂഷയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ദൈവസഭയോട് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ ആമോദ് എന്നാണ്. ഞാൻ IPC വെമ്പായം സെൻട്രൽ ദീർഘവർഷങ്ങളായിട്ട് കർത്താവിൻ്റെ പേരിലായിരിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. സന്ദർശനാർത്ഥം ഈ രാജ്യത്ത് കടന്നു വരുവാനും ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവസഭയിലെ അഭിഷിക്ത ദൈവദാസനോടൊപ്പവും അനുഗ്രഹിക്കപ്പെട്ട ദൈവജനത്തോടൊപ്പവും ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും കർത്താവിടയാക്കിയ വലിയ ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. നിങ്ങളുടെ മധ്യ സാക്ഷിയായി നിൽക്കുവാനും കർത്താവിനെ ഉയർത്തുവാനും ദൈവത്തിൻ്റെ ജീവിതത്തിടയാക്കിയ വലിയ ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ. കർത്താവ് 2 കൈതങ്ങളെ ദാനമായി നൽകിയിട്ടുണ്ട്. ഒരു പ്രാർത്ഥനാ വിഷയം എനിക്ക് ദൈവസഭയിൽ പറയാനുള്ളത്, എൻ്റെ മൂത്ത മകൻ്റെ പേര് ആഷിഖ് എന്നാണ്. അവന് 11 വയസ്സാണ് പ്രായം. ചില മാസങ്ങൾക്ക് മുൻപ് അവനൊരു ചെസ്റ്റ് പെയിൻ ഉണ്ടാകുകയായി തീർന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പരിശോധിച്ചപ്പോഴേക്കും അവൻ്റെ ഹാർട്ടിൽ ഒരു വാൾവിന് തകരാറുള്ളതായിട്ട് കണ്ടെത്തുകയായി തീർന്നു. അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ നടക്കുകയാണ്. അവനൊരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത് അവൻ്റെ വാൾവ്, ആർട്ടിഫിഷ്യൽ വാൾവ് ഇടണം, അവൻ്റെ കേടായ വാൾവിൻ്റെ ഭാഗത്ത് റീപ്ലേസ് ചെയ്യണമെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം എൻ്റെ പൈതനെ സൗഖ്യമാക്കേണ്ടതിനും അവനെ ചികിത്സിക്കേണ്ടതിൻ്റെ മുഖാന്തിരങ്ങൾ സ്വർഗത്തിലെ ദൈവം ഒരുക്കേണ്ടതിനും ദൈവസഭ പ്രാർത്ഥിക്കണം. കർത്താവ് ഞങ്ങൾക്ക് നൽകിയ തലമുറകൾ ഞങ്ങളോടൊപ്പം അവൻ പാർത്ത് കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരാകുവാൻ ഞങ്ങൾ ദൈവത്തിൽ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിന് കഴിയാത്ത യാതൊരു കാര്യവുമില്ല. ഇത്രയും വിശുദ്ധന്മാരും വിശുദ്ധ മതികളും ഒരുമിച്ച് ദൈവസനെ പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും സ്വർഗത്തിലെ ദൈവം എൻ്റെ തലമുറയ്ക്ക് പൂർണ്ണമായ സൗഖ്യം തരും. ദൈവസഭ പ്രാർത്ഥിക്കണമേ. വലിയ ദൈവമഹത്വം കാണുവാൻ ദൈവം ഇടയാക്കുവാനും എൻ്റെ ശുശ്രൂഷകളെ ദൈവം അനുഗ്രഹിപ്പാനും ഈ രാജ്യത്തുള്ള എൻ്റെ സ്റ്റേയിൽ അനേകരെ കർത്താവിനായി നേടുവാൻ ദൈവം സഹായിക്കേണ്ടതിനും ദൈവസഭയുടെയും ദൈവദാസൻ്റെയും പ്രാർത്ഥനയെ അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിൽ നിന്നിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ല നിമിഷങ്ങൾക്കായി കർത്താവിൻ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്ന ശ്രേഷ്ഠന്മാരായിട്ടുള്ള ദൈവദാസന്മാർ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. എൻ്റെ പേര് അനിൽകുമാർ. ഞാൻ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ ആലപ്പുഴ വെസ്റ്റ് ഡിസ്ട്രിക്റ്റിൽ ചൂട്ടുമാലി എബനേസർ സഭയുടെ ശുശ്രൂഷകനാണ്. ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്നാണ് യേശുവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഒരുപാട് ദുർമരണങ്ങൾ എൻ്റെ കുടുംബത്തിൽ സംഭവിക്കുവാനിടയായി. അപ്പൻ്റെ ചേട്ടൻ്റെ മക്കൾ 4 മക്കളും 3 കൊച്ചുമക്കളും ആത്മഹത്യ ചെയ്ത് ലോകത്ത് നിന്ന് മരണമൊഴിയായി മാറ്റപ്പെട്ടു. എൻ്റെ ഒരു പെങ്ങടെ മകൾ ആത്മഹത്യ ചെയ്ത് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. മൂത്ത ജ്യേഷ്ഠൻ ഹാർട്ട് അറ്റാക്ക് വന്ന് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. പെങ്ങടെ ഹസ്ബൻഡ് ഹാർട്ട് അറ്റാക്ക് വന്ന് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. എൻ്റെ നേരെ മൂത്ത ജ്യേഷ്ഠന് മാനസികമായ വിഭ്രാന്തി ഉണ്ടായി. തൊടുപുഴ പൈങ്കള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഒരു ദൈവദാസൻ കടന്നു വന്ന് സുവിശേഷം പറഞ്ഞത് മുഖാന്തരമാണ് ഞാൻ യേശുവിനെ അറിയുവാനിടയായത്. ഞാൻ ഒരു കാലത്ത് തികഞ്ഞ മദ്യപാനിയായി മാതാപിതാക്കൾക്കും സമൂഹത്തിനുമൊക്കെ ഒരു വലിയ തലവേദനയായി ജീവിച്ചൊരു വ്യക്തിയായിരുന്നു. എന്നാൽ ഒരു മരണഭയം എന്നെ പിടിക്കുവാനിടയായി. അവിടെ വന്ന ആ ദൈവദാസൻ എന്നോട് സുവിശേഷം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അംഗീകരിച്ചില്ല. എന്നാൽ പിന്നത്തേതിൽ എൻ്റെ ജ്യേഷ്ഠനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ കർത്താവ് ദൈവവചനത്തിലൂടെ എന്നോട് സംസാരിപ്പാനിടയായി. അന്ന് എൻ്റെ ഹൃദയത്തിലൊരു വിശ്വാസമുണ്ടായി. 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ഭവനത്തിൽ വന്നിട്ട് എൻ്റെ ജ്യേഷ്ഠന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി. യേശുവേ, എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും ഞാൻ അറിയാവുന്നതുപോലെ പ്രാർത്ഥിച്ച് അങ്ങ് ജീവനുള്ള ദൈവമാണെങ്കിൽ എൻ്റെ ചേട്ടനെ സൗഖ്യമാക്കുവാണെങ്കിൽ ഞാൻ ഈ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന് തീരുമാനിച്ചു. അന്ന് രാത്രി യേശു എൻ്റെ ജ്യേഷ്ഠനെ സൗഖ്യമാക്കി. അന്ന് മുതൽ ഞാനും എൻ്റെ സഹോദരനുമായിട്ട് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. ഇപ്പോൾ 20 വർഷമായി ഞാൻ കർത്താവിൻ്റെ വേലയിലാണ്. ഇടതുവായിക്കടുത്ത് ചുട്ടുമാലി എബനേസർ സഭയുടെ ശുശ്രൂഷകനാണ്. ഞാൻ ഈ രാജ്യത്ത് കടന്നു വന്നത് ആദ്യമായിട്ടാണ്.
എൻ്റെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി എല്ലാവരും പ്രാർത്ഥിക്കണം. ഇതുവരെ എനിക്ക് സ്വന്തമായിട്ടൊരു ഭവനമൊന്നുമില്ല എങ്കിൽ പോലും ഭവനത്തിന് വേണ്ടിയല്ല ഞാൻ യേശുവിനെ സേവിക്കുന്നത്. നിശ്ചയമായും എൻ്റെ വിഷയങ്ങളുമെല്ലാം പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഇവിടെ ശുശ്രൂഷകൾ ഒക്കെ ലഭിക്കേണ്ടതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമേ. അവസരം നൽകിയ ദൈവദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ദൈവമായ കർത്താവ് ഇന്ന് രാത്രിവേള നമുക്ക് അവസരം നൽകിയല്ലോ. നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നല്ലോ. പ്രിയ കുഞ്ഞുങ്ങൾ അബിയ, ജോന, അവരിരുവരും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച വിവരം പൊതുസഭയെ അത് അറിയിക്കുവാനിടയായി. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. പ്രിയ കുഞ്ഞുങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ അന്ത്യത്തോളം ഉറച്ചു നിൽക്കേണ്ടതിനായി പ്രിയ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പ്രിയ പൈതൽ സാറ, മെർലിൻ അവർ ആയിരുന്ന ഇടങ്ങളിൽ നിന്ന് സാറ പണ്ടത്തുള്ള ബന്ധത്തിൽ പൂനെയിലായിരുന്നല്ലോ. കടന്നു വരുവാനിടയായി. ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. മെർലിൻ ബാംഗ്ലൂരിലായിരിക്കുന്നല്ലോ. ദൈവം അവളെയും സഹായിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കിയല്ലോ. പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ആയിരിക്കുന്ന ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായിരിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയ പൈതൽ ഷമീർ അവൻ്റെ പഠനത്തോളം ബന്ധത്തിൽ ജോർജിയയിലേക്ക് കടന്നുവാൻ ആഗ്രഹിച്ച പ്രാർത്ഥിച്ച ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. സൺഡേയിൽ കടന്നുവാൻ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുകയാണല്ലോ. ദൈവം പ്രിയ പൈതലിനെ സഹായിക്കേണ്ടതിന് അവൻ്റെ പഠനം അനുഗ്രഹിക്കപ്പെടുവാൻ നല്ലൊരു ഭാവി അവനുണ്ടാകുവാൻ ദൈവം ഇടയാക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരുമിച്ച് ആയിരിക്കുന്ന പ്രിയ കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പാസ്റ്റർ സതീഷ് കുമാർ, പാസ്റ്റർ അമോദ്, പാസ്റ്റർ അനിൽകുമാർ, അവരെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ ശുശ്രൂഷകളെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പലരും പലവിധമായ പ്രതിസന്ധികൾ കൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പ്രിയ സഹോദരൻ ഷെബി അലക്സിൻ്റെ മാതാവ് താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രവേശിപ്പാനിടയായി. ഇന്ന് ആ ഫ്യൂണറൽ സർവീസ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രിയ സഹോദരൻ നന്ദി അറിയിച്ചുകൊണ്ട് തൻ്റെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ തുടർന്നും പ്രാർത്ഥനയിൽ ഓർക്കുക. അതുപോലെ തന്നെ നമ്മുടെ മുൻ അംഗമായിരുന്ന ബ്രദർ സാമുവൽ ഡാനിയൽ ദാസ് ബ്രദർ താനും പ്രിയം വെച്ച കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടല്ലോ. ദുഃഖത്തിൽ പ്രിയപ്പെട്ടവരായിരിക്കുന്നു. കർത്താവ് വരുവാൻ താമസം നാളെ ആ ഫ്യൂണറൽ സർവീസ് നടക്കുന്നു എന്ന് അറിയുവാനിടയായി. ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ടും ദുഃഖത്തിലായിരിക്കുന്ന നമ്മുടെ പ്രിയ ഭവനങ്ങളുടെ ആശ്വാസത്തിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. അതുപോലെ നമ്മുടെ പ്രിയ പേര് മോനിച്ചാൻ്റെ മോൻ ജോഷുവ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കോള ഹോസ്പിറ്റലിൽ 1-2 ദിവസം അഡ്മിറ്റായി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വന്നു. ദൈവം അവന് ആശ്വാസം നൽകി പൂർണ്ണമായി വിടുതൽ കൊടുക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവർ കുടുംബമായി നാട്ടിലായിരിക്കുന്നു. ദൈവം അവരെ സൂക്ഷിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവിനാശിൻ്റെ കുഞ്ഞ് സാറമോൾക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ചെക്കപ്പുകളൊക്കെ ഏകദേശം മിക്കവാറും കഴിയുവാനിടയായി. നേരത്തേതിലും ഫാർ ബെറ്ററായി പ്രിയ പൈതൽ ആയിരിക്കുന്നു എന്ന് കേൾക്കുവാൻ ഇടയായി. ദൈവം പൂർണ്ണമായി വിടുതൽ പ്രിയ പൈതലിനെ കൽപ്പിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അവരുടെ മടക്കയാത്രയും അനുഗ്രഹമായി തീരേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മുന്നംഗമായിരുന്ന പ്രിയ ബി.ജി. മാത്യുജാൻ ശാരീരമായ ക്ലേശത്തോടെ ആയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം അറിഞ്ഞല്ലോ. പൂർണ്ണ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഗേളിമാമ ശാരീരമായ ക്ലേശത്തോടെ ഭവനത്തിലായിരിക്കുന്നു. ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ കഴിഞ്ഞ് ഭവനത്തിൽ വിശ്രമിക്കുന്നു. പൂർണ്ണമായി വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ പ്രിയ സഹോദരി റേച്ചൽ ബെസ്ലി കാലിനുണ്ടായ പ്രയാസ നിമിത്തം പ്ലാസ്റ്റർ ഇട്ട് ഭവനത്തിൽ വിശ്രമത്തിലായിരിക്കുന്നു. പ്രിയ സഹോദരിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ സഹോദരി മോളി ജോസഫ് കഴിഞ്ഞ കാലങ്ങൾ നമ്മുടെ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച പ്രിയ സഹോദരിയുടെ മകന് ജിനീഷ് നാക്കിൽ ഒരു തടിപ്പുണ്ടായിട്ട് അത് സർജറി കഴിഞ്ഞ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം കാണത്തക്കവണ്ണം ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നാം പ്രാർത്ഥിച്ചതാണ് നമ്മുടെ പ്രിയ സാംശാൻ്റെ വൈഫ് മോളിമാമയുടെ സഹോദരൻ്റെ വൈഫ് പ്രിയ മേഴ്സി സ്റ്റാൻലി. ദൈവം ആശ്വാസം നൽകിയിട്ടുണ്ട്. ഭവനത്തിലേക്ക് ഡിസ്ചാർജായി പോയി. പൂർണ്ണമായി വിടുതൽ ദൈവം കൊടുക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സഹോദരൻ സാം ഫിലിപ്പിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെ ഓർത്ത് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പൂർണ്ണമായി വിടുതൽ നൽകേണ്ടതിനായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയ സഹോദരി ഫേബറായി ഓർത്ത് പ്രാർത്ഥിക്കാം. കണ്ണിൻ്റെ സർജറിയൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നു. തലവേദനയുടേതായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നു കേട്ടു. ഞായറാഴ്ച തിരികെ ജോലിയിൽ പ്രവേശിക്കേണ്ടതുണ്ട്. പൂർണ്ണമായി വിടുതലിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെല്ലാം നാം ഓർത്ത് ദൈവസന്നിധാനത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായിട്ടും ഏതെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയിട്ടുള്ള വിഷയങ്ങളെ കൂടെ ഓർത്തുകൊണ്ട് സൗരമാൽ ഒരാൾക്ക് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാമല്ലോ. നിത്യനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, നല്ല ആരാധന സമയത്തിനായി സ്തോത്രം.
വീണ്ടും കർത്താവ് തിരുസലിലേക്ക് അടുത്തു വരുവാൻ, കർത്താവ് ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനെ ആരാധിപ്പാൻ കർത്താവ് അങ്ങെന്ന വലിയ ഭാഗ്യത്തിനായ സ്തോത്രം. ഞങ്ങളെ യഥാസ്ഥാനത്തപ്പെടുന്ന ദൈവത്തെക്കുറിച്ച് ഇന്ന് രാത്രികാലം കേൾപ്പാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിച്ചല്ലോ. ജീവിതത്തിലെ കുറവുകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ കടന്നു വരുമ്പോൾ, പിന്മാറ്റത്തിൻ്റെ അവസ്ഥകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അങ്ങ് ഞങ്ങളെ യഥാസ്ഥാനപ്പെടുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. കർത്താവെ, കടന്നു വന്ന സമയം ഇതുവരെയും തിരുസ്ഥാനത്തിന് മറവിലങ്ങ് മറച്ചതിനായ സ്തോത്രം. നല്ല ഗീതങ്ങളെ പാടി ഞങ്ങളുടെ നാമത്തെ ആരാധിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിച്ചല്ലോ. കർത്താവെ, സാക്ഷ്യം പറഞ്ഞ പ്രിയമുള്ളവരെ അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ കേൾപ്പിക്കുന്നു. അടിയങ്ങളുടെ കർത്താവെ, ഹാലുലിയ കഴിഞ്ഞാളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലൊക്കെയും അങ്ങ് കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ട് മറുപടി അയച്ച വലിയ ദൈവത്തിൻ്റെ ആ പ്രാഗൽഭ്യത്തോടെ കർത്താവ് പ്രാർത്ഥിപ്പാൻ അടിയങ്ങളെ കർത്താവെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാക്ഷ്യം പറഞ്ഞ കുഞ്ഞുങ്ങളെ പ്രത്യേകമായി ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. അവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കണമേ. വെക്കേഷനോമത്തിൽ കടന്നു വന്ന കർത്താവെ സാറയ്ക്കായി മെർലിനായ സ്തോത്രം. അവർ കർത്താവെ സഭയോട് കർത്താവെ ഒന്നിച്ച് മാതാപിതാക്കളോട് ഒന്നിച്ച് കർത്താവ് ഈ മരുഭൂമിയിൽ ചില ദിവസങ്ങളായിരിക്കുന്നത് അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കണമേ. തക്ക സമയത്ത് വീണ്ടും കടന്നുപോയി കോളേജിൽ ജോയിൻ ചെയ്യുവാൻ, നല്ലപോലെ പഠിപ്പാൻ കുഞ്ഞുങ്ങളെ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് കർത്താവ് രക്ഷകനായി സ്വീകരിച്ച 2 കുഞ്ഞുങ്ങളെയും പ്രത്യേകമായി ഞങ്ങളുടെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. കർത്താവ്, ഈ ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെട്ടു പോയാൽ എന്തു ഫലം? സ്വർഗത്തിലെ ദൈവം അവരെടുത്തിരിക്കുന്ന തീരുമാനം അവർ കർത്താവ് അന്ത്യം വരെ വിശ്വസ്തയോടെ നിൽപ്പാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. കർത്താവ്, തുടർന്നുള്ള എല്ലാ വിഷയങ്ങളിലും കർത്താവെ ഹാലേലൂയ അങ്ങ് നല്ല ആലോചനക്കാരനായി കൂടെ ഇരുന്ന് അങ്ങ് കർത്താവ് വചനത്താൽ കുഞ്ഞുങ്ങളെ നിറച്ച് സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കണമെന്നും കൂടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഷമീറിനായ സ്തോത്രം. അവനെ കഴിഞ്ഞാൽ കർത്താവെ അങ്ങ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തല്ലോ. ദൈവമായ കർത്താവെ, ഞായറാഴ്ച ജോർജിയയിലേക്ക് തുറപ്പടത്തിന് കടന്നു പോകുന്നു. തിരുസ്ഥാനം കൂടെ പോകുമാറാകണമേ. എവിടെ പോയാലും കർത്താവെ ഹാലുലി അങ്ങയുടെ നാമത്തെ കർത്താവെ ഹാലുലി സേവിക്കുന്ന പൈതലായി അങ്ങയുടെ പൈതലായി ജീവിപ്പാൻ കുഞ്ഞിനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ എടുത്തിരിക്കുന്ന കോഴ്സൊക്കെ വിജയകരമായി പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രാത്രികളും സാക്ഷ്യം പറഞ്ഞ ദേവദാസന്മാരെ അങ്ങയുടെ കരങ്ങൾ കേൾപ്പിക്കുന്നു. അവർ പറഞ്ഞ വിഷയങ്ങളൊക്കെയും കർത്താവെ അങ്ങ് ശ്രദ്ധ വെച്ച് അങ്ങ് കേട്ടതിനായ സ്തോത്രം. കർത്താവെ, അങ്ങ് സകലവും നന്നായി ചെയ്യുന്ന ദൈവമായിരിക്കും ആ സ്തോത്രം. കർത്താവെ, അങ്ങ് സഹായിക്കുമാറാകണമേ. കർത്താവ്, വിടുതൽ വേണ്ടവർക്ക് വിടുതൽ, കർത്താവ് സൗഖ്യം വേണ്ടവർക്ക് സൗഖ്യം കൊടുത്ത് കർത്താവെ അങ്ങ് സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ മരുഭൂമിയിൽ കടന്നു അവരുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസനം പറഞ്ഞ എല്ലാ വിഷയങ്ങളെയും ഇന്ന് രാത്രികാലം കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ കേൾപ്പിക്കുന്നു. വേർപാടിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന പ്രിയ ഭവനങ്ങളുണ്ട് കർത്താവെ. കർത്താവെ, അങ്ങ് ആശ്വസിപ്പിക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ആശ്വാസം പ്രാപിപ്പാൻ കർത്താവെ അങ്ങയുടെ വചനത്തിൽ കർത്താവെ ആഴമായി വിശ്വസിപ്പാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രോഗത്തിൻ്റെ അവസ്ഥയിൽ ഭാരപ്പെടുന്ന അനേകം പേരുണ്ട് കർത്താവെ. എല്ലാവരും ഒന്നിച്ച് കർത്താവെ ഞങ്ങളുടെ ബലമുള്ള കരങ്ങൾ കേൾപ്പിക്കുന്നു. അല്ലെങ്കിൽ കർത്താവ് ദൈവസഭയായി പ്രാർത്ഥിക്കുമ്പോൾ ആകാശവീതിയിൽ കൂടെ ഞങ്ങളുടെ വചനം അയച്ച് സ്വർഗത്തിലെ ദൈവമേ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കർത്താവെ അടിങ്ങളുടെ പൈതൽ സേറാമോളെ പ്രത്യേകമായി അങ്ങയുടെ കരങ്ങൾ കേൾപ്പിക്കുന്നു. കർത്താവെ, അവൾ കർത്താവെ ഹലോ നാട്ടിൽ കടന്നു എന്ന് കർത്താവെ ഹല്ലേലൂയ കർത്താവ് വിടുതലെന്ന് കേൾപ്പാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിച്ചല്ലോ. അങ്ങ് പ്രാർത്ഥനകൾക്കും ദൈവമായിരിക്കാൻ സ്തോത്രം. യോശുവമോനായ സ്തോത്രം. അവനെയും കർത്താവെ അങ്ങ് സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. സഭയാൻ കുടുംബത്തെ മുറ്റുമായി അങ്ങയുടെ കരങ്ങൾ കേൾപ്പിക്കുന്നു. ജയോത്സവത്തോടെ ഇന്നുവരെയും കർത്താവെ അങ്ങ് നടത്തിയതിനായ സ്തോത്രം. ദേവദാസനെ അങ്ങയുടെ കരങ്ങൾ കേൾപ്പിക്കുന്നു. തുടർന്ന് എല്ലാ ശുശ്രൂഷകളും കർത്താവെ അങ്ങ് ഏറ്റെടുക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ദൈവത്തിൻ്റെ വചനത്തിൽ ശുശ്രൂഷ അനുഗ്രഹമായി തീരുവാൻ, അത് അടിയങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് കർത്താവ് അനുഗ്രഹമായി തീരുവാൻ, വിടുതലായി തീരുവാൻ സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ഏതെങ്കിലും വിഷയങ്ങൾ വിട്ടുപോയിട്ടും സ്വർഗത്തിലെ ദൈവമേ അങ്ങ് സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം, മറുപടി അയച്ചതിനായ സ്തോത്രം. ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രേംകുമാർ ബ്രദർ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം അവസരം ഒരുക്കി. കർത്താവ് വരുവാൻ താമസിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ തൻ്റെ ഒമാനിലെ ജീവിതം അവസാനിപ്പിച്ച് താൻ നാട്ടിലേക്ക് കടന്നു പോകുന്നു. സാക്ഷ്യം പറയാൻ പറഞ്ഞപ്പോൾ അല്പം ലാഗ് വന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം എടുത്തത്. തുടർന്ന് പ്രിയ കർത്താദാസൻ സാക്ഷ്യങ്ങൾ പ്രസ്താവിക്കും. വേഗത്തിൽ അതിനുവേണ്ടി സമയം വരുന്നു. യഹോവയെ അവൻ്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരെ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ. സുശീലന ദേവദാസൻ കുടുംബം, സെക്രട്ടറി സാം ജോൺസൺ, കമ്മിറ്റി, കൗൺസിൽ മെമ്പേഴ്സ്, യൂത്ത് ഫെലോഷിപ്പ്, സോദരി സമാജം, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 31 വർഷം ഈ പ്രദേശത്തായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അപ്പോൾ തന്നെ ഈ 31 വർഷവും ഈ സഭയോട് ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തി പോകാനും കൂട്ടായ്മകൾ ആചരിപ്പാനും ദൈവം സഹായിച്ചു. ഈ 31 വർഷവും അടിയനെ കാത്തുസൂക്ഷിച്ച് പരിപാലിച്ച ദൈവത്തിൻ്റെ നന്ദി കരയേറ്റുന്നു. എന്നാൽ ഈ 31 വർഷത്തിൽ ഏറ്റവും കൂടുതൽ പ്രയാസത്തോടെ കടന്നുപോയ ഒരു വർഷമായിരുന്നു 2020 മാർച്ച് 23-ാം തീയതി. നിങ്ങളെല്ലാവരും അറിയുന്നത് പോലെ
ഒരു രാത്രി പെട്ടെന്ന് സ്ട്രോക്ക് വന്ന് ഐസിയുലാകാനും 1 മാസത്തോളം കോവിഡ് സന്ദർഭത്തിലാണ് ഈ സംഭവം സംഭവിച്ചത്. 1 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു ഇവിടെ. ഈ സഭാ സന്ദർഭങ്ങളെല്ലാം ശക്തമായി ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നിവിടെ നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ദൈവം എത്രത്തോളം നിർത്തിയ ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം. ഒരിക്കൽ കൂടി ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിൽ ജീവിക്കുമെന്ന് വിശ്വസിപ്പാൻ ദൈവം ഇടയാക്കി. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഇന്ന് രാത്രികളിൽ നന്ദി കരയറ്റുകയാണ്. കഴിഞ്ഞ 31 വർഷവും ഈ സഭയിലുള്ള ദൈവമക്കളും അടിയനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവരാണ്. 16 വർഷം കുടുംബമായി ഞങ്ങൾക്കിവിടെ ആരുമിടയായി. മോൻ 10ാം ക്ലാസ് വരെ പഠിപ്പിക്കാനും മോള് 5ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ബോംബെക്ക് കടന്നു പോകാനിടയായി. അവരിപ്പോൾ അവരുടെ കുടുംബമായിരിക്കും അവിടെ. ദൈവം അനുവദിച്ചാൽ ഞാനും അടുത്ത ആഴ്ചയോളത്തോളം ഇവിടെ ദേശം വിട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ശാരീരിക അസ്വസ്ഥതയുള്ള ആളാണ്. ഞാനിങ്ങനെ പെട്ടെന്ന് റിസൈൻ ചെയ്തത്. തുടർന്നും അടിയൻ്റെ പൂർണ്ണ സൗഖ്യത്തിനും പൂർണ്ണ ജീവിതം ക്രിസ്തുവിന് വേണ്ടി കൂടുതൽ പ്രയോജനമുള്ളവനായി തീരുവാനും ദൈവമക്കളുടെ എവരുടെയും പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് ഞാൻ ദൈവസ്ഥലിരിക്കുന്നു. ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നല്ലോ. കഴിഞ്ഞ 31 വർഷം നമ്മോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തെ മുഖത്തപ്പെടുത്തുവാനും ഒക്കെ ഈ 31 വർഷം ഈ രാജ്യത്തായിരിക്കാൻ ദൈവം അവസരം ഒരുക്കി കൊടുത്തു. കർത്താവിൻ്റെ ഹിതപ്രകാരം ഇവിടുത്തെ തൻ്റെ ജോലിയും മറ്റും അവസാനിപ്പിച്ച് നാട്ടിലേക്ക് കടന്നു പോകുന്നല്ലോ. ദൈവം തന്നെ സഹായിക്കട്ടെ, കുടുംബത്തെ സഹായിക്കട്ടെ. നമ്മോട് ഒരുമിച്ചുള്ള ഈ കാലഘട്ടങ്ങൾ പ്രിയപ്പെട്ടവനും കുടുംബത്തിനും അത് അനുഗ്രഹമായി തീർന്നു. വളരെയധികം ആശ്വാസമായി ദൈവസഭ നിലകൊള്ളുവാനിടയായി. തുടർന്നും പ്രിയപ്പെട്ടവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെത്തിച്ചേരുന്ന ഇടങ്ങളിൽ ദൈവത്തിന് വേണ്ടി വിശ്വസ്തോടെ നിലകൊള്ളുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. കർത്താവ് കൊടുമായി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമോസിൻ്റെ പുസ്തകം 8ാം അധ്യായത്തിൻ്റെ 11ാം വാക്യം നമുക്ക് വായിക്കാം. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് ഒന്ന് വായിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിച്ച് പോയി. എന്നും ആ ഭാഗം തീർത്തെടുക്കുവാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എങ്കിലും ലഭിച്ച സമയത്തിനുള്ളിൽ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ഒരു വിശദീകരണം കൂടാതെ തന്നെ ഇതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. ഒരു വിശപ്പും ദാഹവും ദേശത്ത് അയക്കുന്ന നാളുകൾ മുൻപിൽ വരാൻ പോകുന്നു എന്ന് ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിന് കാരണമുണ്ട്. അതിൻ്റെ 5ാം വാക്യം ഒന്ന് വായിക്കാം. കോതമ്പിൻ്റെ പതിർ വിൽക്കേണ്ടതിനും ധാന്യവ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം അമാവാസിയും കോതമ്പ് വീട് തുറന്നു വെപ്പാൻ തക്കവണ്ണം ശബത്തും എപ്പോൾ കഴിഞ്ഞു പോകും എന്ന് പറഞ്ഞു. ഇവിടെ കച്ചവടക്കാർക്ക് പറയുന്നൊരു കാര്യമാണ്. അത് കച്ചവട ഭാഷ്യമാണ്. വാങ്ങലും വിൽക്കലും വിൽപ്പനയൊക്കെ ഒരു കച്ചവട ഭാഷ്യം. ഇവർ ചോദിക്കുന്ന ചോദ്യം, എപ്പോഴിതൊക്കെ ഒന്ന് അവസാനിക്കും എന്ന് പറഞ്ഞാൽ അമാവാസി എപ്പോൾ തീരും, പിന്നെ ശബത്ത് എപ്പോൾ കഴിയും പറഞ്ഞാൽ എന്തിനോ വേണ്ടി വെമ്പുന്ന ഒരനുഭവമാണ് ഇത് കാണിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഇത് കഴിഞ്ഞിട്ട് വേണം ഇവരുടെ പീടിക തുറന്നു വെക്കാൻ. ഈ ശബത്ത് ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ശബത്തും അമാവാസിയും ഒക്കെ അവരുടെ ന്യായപ്രമാണത്തിൽ നിശ്ചയമായും അവർ അനുസരിപ്പാൻ വേണ്ടി ആചരിക്കാൻ വേണ്ടി അവർ കൊടുത്ത പ്രമാണങ്ങളാണ്. പ്രമാണത്തെ ലംഘിക്കാനും വയ്യ, ലംഘിക്കാതിരിപ്പാനും വയ്യ. കർത്താവ് പറഞ്ഞതിനെ ലംഘിക്കാൻ വയ്യ, അപ്പോൾ തന്നെ അവരുടെ ബിസിനസ് കളയാനും വയ്യ. ഇങ്ങനെ അവസ്ഥയിലേക്ക് അവരായിരിക്കുക. ഇങ്ങനെ ഈ കാര്യം ദൈവം ആമോസിനോട് പറയുവാനുള്ള കാരണം, ഇവർ ആത്മീയമായിട്ട് അങ്ങ് പഴുത്തുപോയി. ആത്മീയമായിട്ട് ഇവരെന്ത് ചെയ്തു? പഴുത്തുപോയി. ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക.
ആത്മീയ ജീവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ജീവൻ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ശരീരത്തെ എന്ത് ചെയ്യുക? പഴുപ്പ് ബാധിച്ചിരിക്കുക. ശരീരം മരിച്ചുകൊണ്ടിരിക്കുക. അവയവങ്ങളുടെ ജീവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ലാസ്റ്റ് സമയമാകുമ്പോഴേക്ക് എന്ത് ചെയ്യുക? ശരീരം പ്രവർത്തിക്കാതെ അല്ലെങ്കിൽ പ്രതികരിക്കാതെ വരും. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടിട്ട് നിശ്ചലമായ അവസ്ഥയിലേക്ക് വരും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ പ്രാണനും അങ്ങ് അവസാനിക്കും. അല്പം കൂടെ കഴിയുമ്പോൾ അഴുകിപ്പോകും. ഇതാണ് സംഭവിക്കുന്നത്. ഇസ്രായേൽ ജനത്തിന് പഴുപ്പ് ബാധിച്ചിരിക്കുന്നു. ആമോസ് ദൈവത്തിനാത്മാവ് ചോദിക്കുകയാണ്, നീ എന്ത് കാണുന്നു? പഴുത്ത പഴം കാണുന്നു. ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്ന് താഴോട്ട് വരുമ്പോഴാണ് നാം ഈ വായിക്കുന്ന ഭാഗം അവിടെ കാണുവാൻ കഴിയുന്നത്. ആത്മീയമായി പഴുപ്പ് ബാധിച്ചു എന്ന് പറഞ്ഞാൽ ആത്മീയമായി മരിച്ചുകൊണ്ടിരിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നു, ജീവനുള്ളവൻ തന്നെ നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. നീ മരിച്ചവനാകുന്നു. പേരെന്താ? ജീവനുള്ള. പേരെന്താ? ആത്മീയൻ. പേരെന്താ? പെന്തക്കോസ്തുകാരൻ. പേരെന്താ? ക്രിസ്ത്യാനി. പക്ഷെ ഇതിനൊന്നും യോഗ്യമായ, ഈ പേരിനൊന്നും യോഗ്യമായ അനുഭവത്തിലല്ല. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആമോസിന്റെ ആ കാലഘട്ടത്തിൽ അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ആ ജീവിതത്തിൽ സംഭവിച്ചു കൂടാൻ പാടില്ലാത്ത പലതും അവിടെ സംഭവിച്ചിരിക്കുക. അതുകൊണ്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകിയ ദൈവം. ഇപ്പൊ അവർക്ക് എന്ത് വേണ്ട? ആരാധന വേണ്ട, പാട്ട് വേണ്ട, ഇത്രയും ആരാധിക്കണോ, ഇത്രയും പ്രാർത്ഥിക്കണോ, ഇത്രയും പാട്ട് പാടണോ? ചിലർക്കൊക്കെ ചിന്ത കാണും, എന്തിനാ ഇത്രയും പാട്ട് പാടുന്നേ, എന്തിനാ ഇത്രയും പ്രാർത്ഥിക്കുന്നേ, എന്തിനാ ഇത്രയും ഉപവസിക്കുന്നേ? ഒരു കാര്യം ഓർത്തുകൊള്ളണം, പണ്ട് ഉപവസിച്ചതിൻ്റെയും പണ്ട് പ്രാർത്ഥിച്ചതിൻ്റെയും പണ്ട് ആരാധിച്ചതിൻ്റെയും അല്ല ജീവനായി ഇന്നുള്ളത്. ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിന്റെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആത്മീയമായി ചത്തുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങൾ നമുക്കൊരു മടങ്ങി വരവുണ്ടാകട്ടെ. ദൈവസമയം മടങ്ങി വരവുണ്ടാകട്ടെ. പഴുപ്പൊക്കെ ഞെക്കിക്കളയട്ടെ. ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ മുതൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കും. വാച്ചെടുത്ത് നോക്കിയില്ലേലും ബൈബിളിനകത്തുള്ള മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കും. വാച്ചെടുത്ത് നോക്കിയില്ലെങ്കിലും മൊബൈലിൽ ബൈബിളിനകത്തുണ്ടല്ലോ, അതൊന്ന് കൊട്ടി നോക്കും, സമയം എത്ര ആയെന്ന്, പോകാൻ സമയമായോ. ഇതെന്താ സംഭവം എന്ന് അറിയാമോ? ആത്മീയമായി ചത്തിരിക്കുക, പഴുപ്പ് ബാധിച്ചിരിക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, കൊട്ടാരക്കരയിൽ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞതുമല്ല. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ഇതിന്റെ കാരണം പഴുപ്പ് ബാധിച്ചിരിക്കുന്നു, ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ കച്ചവടക്കാർ പറയുക, അമാവാസി ശബത്ത് എപ്പോൾ? ഇതെന്താ പറയുന്നത്? ഇത് കാണിക്കുന്നത് അങ്ങേ അറ്റത്തെ അക്ഷമയാണെന്നേ. ക്ഷമയില്ല. അല്പനേരം കർത്താവിന് വേണ്ടി ഒന്ന് ചെലവഴിപ്പാൻ സമയമില്ല. ജോലിയോട് ജോലി, തിരക്കോട് തിരക്ക്. പണ്ടിതുള്ളപ്പോൾ തന്നെ എപ്പോഴുണ്ട് സമയം അന്വേഷിച്ച്, എവിടെയുണ്ട് പ്രാർത്ഥന കൂട്ടായ്മ, എവിടെയുണ്ട് ആരാധന എന്ന് അന്വേഷിച്ച് ഓടുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഇന്ന് പ്രാർത്ഥന മുടക്കി, ആരാധന മുടക്കി, അല്ല മറ്റുള്ളവരുടെ ജോലി കൂടെ ഏറ്റെടുത്ത് പണം സമ്പാദിക്കാൻ നോക്കിയാൽ നിന്നെ പിടിക്കുന്ന ഒരു ദിവസം വരും. ഇന്നുണ്ടാക്കിയതെല്ലാം വ്യർത്ഥമായി തീരും. ഉണ്ടാക്കി സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്നതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നഷ്ടപ്പെടും. അഹങ്കരിക്കരുത്. വളരെ ഭയത്തോടെ പറയുക, നമ്മൾ ആരും അല്ലെന്നേ, ഞാൻ ആരുമല്ല. സ്തോത്രം. നമുക്കൊരിക്കലും അല്പം പോലും ഗർവുള്ളിൽ ഉണ്ടാകരുത്, അഹങ്കാര മനോഭാവം ഉണ്ടാകരുത്. നമ്മളെക്കാൾ മറ്റുള്ളവരെ ശ്രേഷ്ഠത നേടണം. ഇത് പറഞ്ഞാൽ ഇഷ്ടപ്പെടുകയില്ലെന്നുള്ളത് എനിക്കറിയാം, കുഴപ്പമില്ല. സ്തോത്രം. എൻ്റെ വാക്ക് ഞാൻ ഇപ്പോൾ അവസാനിപ്പിക്കാം. പീഡിക തുറക്കാൻ സമയമായെന്ന്. 2 മണിയായി, 2 മണിക്കൂറായി. ഇനി 15 മിനിറ്റോടെ കഴിഞ്ഞാൽ എനിക്ക് പീഡിക തുറക്കണം. ഇതിൽ സംഭവിച്ചുകൊണ്ടിരുന്നത് എന്താണെന്ന് അറിയാമോ? ഇവിടെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. സ്തോത്രം. 2 തരം ത്രാസ്, 2 തരം പടി,
വാങ്ങിക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് വലിയ പറയ്ക്ക് അളന്നെടുക്കും, അങ്ങോട്ട് കൊടുക്കുമ്പോൾ ചെറിയ പറയ്ക്ക് അളന്ന് കൊടുക്കും. ഇങ്ങോട്ട് വാങ്ങിക്കുമ്പോൾ വലിയ പറയ്ക്കകത്ത് അളന്ന് ഇങ്ങോട്ട് വാങ്ങിക്കും. കൂടുതൽ ഇങ്ങോട്ട് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കാൻ നേരം അതിൻ്റെ ചെറിയ പറ വെച്ച് അളന്ന് കൊടുക്കും, കൂടുതൽ കാശുണ്ടാക്കാൻ. തമ്പുരാൻ കാണുന്നു. അത് തമ്പുരാൻ ഇവിടെ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകത്തിലും അതവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. 2 തരം ത്രാസ് നിനക്കുണ്ടാകരുത്. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇന്ന് രാത്രി വേള ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, സംഗീതകാരൻ പറഞ്ഞ പോലെ എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. എനിക്കൊരു മടങ്ങി വരവ് തരണമേ. എനിക്കൊരു മടങ്ങി വരവ് തരണമേ. എന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തണമേ. അല്ലെങ്കിൽ ഞാൻ പഴുത്ത് നിർജീവ അവസ്ഥയിലേക്ക് പോകാതിരിപ്പാൻ, എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, സ്തോത്രം, ആ ദൈവം തീരുമാനിച്ചിരിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതത്തിന് പെട്ടെന്നൊരു അന്ത്യമുണ്ടാകാതെ ഈ ദിവസങ്ങളിൽ എനിക്കൊരു മടങ്ങി വരവുണ്ടാകേണ്ടതിന് ദൈവമേ എന്നോട് കരുണ കാണിക്കണമേ. എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ. ഞാൻ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം ഒന്ന് പ്രകാശിപ്പിക്കണമേ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ വായിക്കുക, ധാന്യ പീടിക തുറക്കാൻ. ഈ അമാവാസി ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു. ഈ ശബത്തൊന്ന് കഴിഞ്ഞാൽ. നിങ്ങളെന്താ മിണ്ടാതിരിക്കുന്നത്? നിങ്ങളെക്കുറിച്ചൊന്നും അല്ലല്ലോ പറയാം. നിങ്ങൾക്ക് ഇവിടെ ആർക്കും കച്ചവടം ഇല്ല. ഇവിടെ ആരും പറ വെച്ച് അളന്ന് വാങ്ങിക്കുന്നവരും ഇല്ല, പറന്ന് വെച്ച് കൊടുക്കുന്നവരും ഇല്ല. പിന്നെ നിങ്ങൾക്ക് എന്താ ഒന്ന് പ്രതികരിച്ചാ? സ്തോത്രം. ഈ അമാവാസി ഒന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ, ഈ ശബത്തൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ, അത് ലംഘിക്കുന്നില്ലാതിരിക്കുമ്പോൾ തന്നെ അതിന് ലംഘിക്കുക. അമാവാസി കഴിഞ്ഞാൽ, ശബത്തും കഴിഞ്ഞാൽ പോയി കച്ചവടം ചെയ്യുക. അപ്പോൾ അതിനെ ലംഘിക്കുന്നില്ല. പക്ഷേ അതിനേക്കാൾ പ്രാധാന്യം മറ്റു പലതിനും കൊടുക്കുക. നമ്മുടെ ആത്മീയ ജീവിതത്തിനേക്കാൾ പ്രാധാന്യം മറ്റേതിനെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം. സ്തോത്രം. കണക്ക് പറയേണ്ടുന്ന ഒരു ദിവസം വരും. കണക്ക് പറയേണ്ടതിന് ഒരു ദിവസം വരും. സ്തോത്രം. അല്ലെങ്കിൽ യെഹെസ്കേൽ പ്രവചനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വാക്യങ്ങൾ എടുത്ത് വായിക്കുന്നില്ല. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? നിന്റെ നരിയാണികൾ ഉറച്ചു നിൽക്കുമോ? സ്തോത്രം. അല്ലെങ്കിൽ നിന്റെ നരിയാണി ഉറച്ചു നിൽക്കുമോ? നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ മേലിയാവിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത് സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരു ബസ് ഉണ്ടായിരുന്നു, ക്രിസ്റ്റീൻ എന്ന് പറഞ്ഞൊരു ബസ്. ഒരു ബന്ധക്കോസുകാരൻ അച്ഛൻ്റെ അവർ രണ്ടൊരു പാർട്ട്ണർഷിപ്പ് നേതൃത്വമുള്ള ഒരു ബസ്സാണ്. ആ വണ്ടിയുടെ 2 ഡോറിൻ്റെ ഭാഗത്തും എഴുതി വെച്ചിട്ടുണ്ട്, ആൾക്കാർ ഇറങ്ങി പോകുമ്പോൾ ഇത് കാണണം, വായിക്കണം. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ? പക്ഷേ ഇതിലൊരാശാൻ കാണിച്ച ഉടായ്പ പോലെ വേറൊന്നുമില്ല. എല്ലാ വാക്യമൊക്കെ അവിടെ ഇരിപ്പുണ്ട്, പക്ഷെ കൈയിരിപ്പ് വേറെയോ. ഇത് പോരാ, ഇത് പോരാ. സ്തോത്രം. ഈ ദിവസങ്ങൾ നമുക്കൊരു മടങ്ങി വരവുണ്ടാകട്ടെ. ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതേ. അല്ലെങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ നഷ്ടപ്പെട്ടു പോകരുത്, ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. നമുക്കൊന്ന് മടങ്ങി വരാം, ദൈവത്തോട് പ്രാർത്ഥിക്കുക. വലിയ പാപങ്ങൾ ചെയ്തതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ദൈവഹിതമല്ലാത്തത് എന്തുണ്ടോ, വചനത്തിന് വിരുദ്ധമായിട്ട് എന്തുണ്ടോ, അത് പാപമാണ്. സ്തോത്രം. ദൈവത്തോട് പ്രാർത്ഥിക്കത്താവേ, ഈ ദിവസങ്ങളിൽ എനിക്കൊരു മടങ്ങി വരവ് തരണമേ, എനിക്കൊരു മടങ്ങി തരണമേ. സ്തോത്രം. അമാവാസിയെയും ശബത്തിനെയും വേണ്ട വിധം ബഹുമാനിപ്പാൻ, സ്തോത്രം, വേണ്ടവണ്ണം അതിന് ഹല്ലേലൂയ പ്രാധാന്യം കൊടുക്കുവാൻ, ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാൻ, പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാൻ, ഉപവാസത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ, അല്ലെങ്കിൽ ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് ഇത് രാത്രിവേള ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിപ്പാൻ ഇടയാകട്ടെ. നമ്മെ കാണുന്ന ഒരു ദൈവമുണ്ട്, നമ്മളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നത്. ആ സാന്നിധ്യം ഇന്ന് രാത്രിവേള നമ്മുടെ മധ്യമുണ്ട്. നമ്മളെ ഓരോരുത്തരെയും അവൻ്റെ കണ്ണ് നോക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെ ദൈവത്തിൻ്റെ കണ്ണ് കണ്ടുകൊണ്ടിരിക്കുക. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, ദൈവമേ എന്നെ ഒന്ന് മടക്കി വരുത്തണമേ, എന്നെ ഒന്ന് മടക്കി വരുത്തണമേ. സ്തോത്രം. കഥാവിൻ്റെ മേശയുടെ മുമ്പിലേക്ക് നാം കടന്നു വരികയാണ്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കഥാവേ ഈ ദിവസങ്ങളിൽ എനിക്കൊരു മടങ്ങി വരവ് തരണമേ,
കഴിഞ്ഞ നിമിഷം വരെ എന്തൊക്കെയോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി, എന്തൊക്കെയോ വീഴ്ചകൾ സംഭവിച്ചു പോയി. ഞാൻ അറിയാതെ പലതും സംഭവിച്ചു. ആഗ്രഹിക്കാത്ത പല തിന്മകളും എന്നിൽ കടന്നു വന്നു. അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന് ഇന്ന് രാത്രിവേള ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാമോ? സ്തോത്രം. ദൈവത്തോടുള്ള കൂട്ടായ്മ ബന്ധമുണ്ടാകണമോ? നമുക്ക് ദൈവത്തോടുള്ള അടുപ്പമുണ്ടാകണം. ഒരു വിശുദ്ധമായ അനുഭവം, ഒരാത്മീയ അനുഭവം. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകരുത്. അല്ല, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു പോകരുത്. തിരുവചനത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. തിരുവചനം പഠിക്കുമ്പോൾ കർത്താവിന്റെ മേശയുള്ള ബന്ധത്തിൽ ഇതിൽ പങ്കുകാരായി തീർന്നില്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കൂട്ടരോട് കൂട്ടായ്മ ഉണ്ടാകത്തില്ലെന്നാ. ഒന്ന്, ദൈവത്തോട് കൂട്ടായ്മയില്ല. രണ്ട്, സഹോദരങ്ങളോട് കൂട്ടായ്മയില്ല. ഈ മേശയിൽ സംബന്ധിക്കാതെ പോയാൽ സംഭവിക്കുന്ന രണ്ട് കാര്യമാണ്. കൂട്ടായ്മ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു. സ്തോത്രം. അല്ലെങ്കിൽ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി ഇല്ലാതെ പോകുന്നു. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി നഷ്ടപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണല്ലോ ഇതിൽ സംബന്ധിക്കാൻ കഴിയാതെ പോകുന്നത്. അത് പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കയറി എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഹൃദയം കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ, ഹൃദയം കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കാകാം. പക്ഷേ ഒന്ന് ചിന്തിക്കണം, ഞാൻ എൻ്റെ സഹോദരനുമായി, എൻ്റെ സഹോദരിയുമായി നല്ല ബന്ധത്തിലാണോ? സ്തോത്രം. ഇല്ല എങ്കിൽ ഈ മേശയിൽ പങ്കാരായി തീരാൻ നമുക്ക് കഴിയില്ല. സ്തോത്രം. ദൈവത്തോട് കൂട്ടായ്മ ബന്ധമില്ലെങ്കിൽ ഈ മേശയിൽ പങ്കുകാരായി തീരാൻ നമുക്ക് കഴിയുകയില്ല. പങ്കുകാരായി തീരാതിരുന്നാൽ ഇന്ന് രാത്രിവേള എൻ്റെ കർത്താവ് വന്നാൽ, എൻ്റെ ദൈവമായിട്ട് എനിക്ക് കൂട്ടായ്മയില്ലെങ്കിൽ എൻ്റെ ദൈവം വരുമ്പോൾ എനിക്ക് എങ്ങനെ പോകാൻ കഴിയും? എൻ്റെ കർത്താവുമായിട്ട് എനിക്ക് കൂട്ടായ്മ ബന്ധമില്ലെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ കാഹളനാദം ഇന്ന് രാത്രിവേള നാം ഇവിടെ ഒരുപക്ഷെ കടന്നു പോകുന്നതുമല്ല, വീട്ടിൽ ചെല്ലുന്നതുമല്ല, വീട്ടിൽ കടന്നു ചെന്ന ശേഷം കർത്താവിൻ്റെ കാഹള ശബ്ദം വാനിൽ കേൾക്കുമ്പോൾ നമുക്കെങ്ങനെ കടന്നു പോകാൻ കഴിയും? നമ്മുടെ സഹോദരങ്ങളുമായിട്ട് ആ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു പോയിട്ടെങ്കിൽ എങ്ങനെ കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുവാൻ നമുക്ക് കഴിയും? ഇന്ന് രാത്രിവേള ഒരു സ്വയത്തിലേക്ക് വിധേയപ്പെടുത്താം. സഹോദരന്മാർ, പാട്ടുപാട് സഹോദരന്മാർ ദയവായിട്ട് മുമ്പോട്ട് വന്നേ. കർത്താവിൻ്റെ മേശയിൽ ശുശ്രൂഷിക്കുന്ന പ്രിയപ്പെട്ടവർ ദയവായിട്ട് മുൻപോട്ട് കടന്നു വരാം. ഇന്ന് രാത്രിവേള നമ്മെ ഒരു സ്വയശോധനയ്ക്ക് വിധേയപ്പെടുത്താം. കർത്താവേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങയുമായിട്ടുള്ള ബന്ധം എനിക്ക് നഷ്ടപ്പെട്ടു പോകരുത്.